ആ പിന്നെ ആ വിളക്കിലൊക്കെ തിരിയിട്ടോണേ. അവിടെ പോണു? ഞങ്ങളൊന്ന് അമ്പലം വരെ. ഞാനും കൂടി വരാന്നാ. അയ്യോ അത് പ്രശ്നവും. എന്ത് പ്രശ്നം? ഒരു മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ തന്നെ വരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട, അവനും കൂടെ. ഇന്ന് നിന്റെ കല്യാണം കൂടിയാണ്. കൊച്ചച്ഛനെ ഇനി കുളിച്ചിട്ടൊക്കെ വരാൻ സമയം എടുക്കില്ലേ? ഇല്ലല്ല, ഒരു കാക്കക്കുളിയാ ഇപ്പൊ തന്നെ വരും. ഒന്നും വേണ്ട, കൊച്ചു പോയിട്ട് വാ. മുഹൂർത്തം തെറ്റുന്നേ. നീ പൊക്കോ, സൂക്ഷിച്ചു പോണം. അപ്പൊ ഞാൻ കുളിക്കണ്ടല്ലോ. കല്യാണമൊക്കെ അല്ലേടാ, ഒന്ന് കുളിച്ചേക്ക്. അവിടെ എന്നടി കാശൊക്കെ എടുത്തോ? ദൈവത്താണ് ചില്ലി കാശ് എടുത്തിട്ടില്ല അച്ഛാ. പിന്നെ അർച്ചന എങ്ങനെ നടത്തും? പൈസ നീ എടുത്തില്ലേ? ഇല്ലെന്ന്. ഇതാ പൂജാരിക്കും കൊടുത്തേക്ക്. നേരം വിളി തുടങ്ങിട്ടാ. വരും. അനിയത്തിയും വരുന്നുണ്ടോ? നീ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി. ആരുമില്ലെന്നേ. പോട്ടെ മോളെ. ശരി. ഹലോ, ആ ചേട്ടാ, ആരോമ്പൊക്കെ ഇക്കലുണ്ട്. എടാ, ഈ കാക്ക കാഷ്ടം ശരിക്കും ഉടച്ചോളാം. അല്ലെങ്കിൽ നാളെ ഒരേ ഇലയിൽ 2 പച്ചടി കളമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വെക്കിട്ട് ആൾക്കാർ കയറും. തുടച്ചോ, ശരിക്കും തുടച്ചോ. എപ്പോ ആളെ വിടാം. അക്കരയ്ക്ക് ഹാരം ഒക്കെ ആയിട്ട് ആള് വന്നിട്ടുണ്ട്. നീ പോയി വാങ്ങിച്ചോണ്ടോ. ചേട്ടനെ കസേര ഓടിച്ചിട്ട് ഇതാക്കണ്ട, എന്റെ കൈയിന്റെ കുഴ തേറ്റിരിക്കണ്. ചേട്ടനോട് വാ, വെള്ളം തുടഞ്ഞോണ്ടേ. ചേട്ടനോട് വാ. അപ്പൊ ശരി ശരി, ഇനി വിളിക്കാനൊന്നും നിൽക്കണ്ട, മെസ്സേജ് അയച്ചാ മതി. പോയിട്ട് വായോ. ശരി. വണ്ടി എടുക്കണം. അയ്യോ അച്ഛനെ കൊച്ചിട്ട് ഞാൻ പോവാണേ. ചേട്ടാ വേഗം വണ്ടി എടുത്തോ. വണ്ടി എടുക്കടാ. സ്റ്റാർട്ട് ആവുന്നില്ല. എന്റെ മാതാവ് സ്റ്റാർട്ട് ആവുന്നില്ല. ചക്കൻ വെളുപ്പിനെത്തിയ ഇതുപോലൊരു കാർ അവനും ഉണ്ടായിരുന്നു. അത് എന്നോടാണ് ചോദിക്കുന്നത്. കുതിര പോലെ ഓടി വണ്ടിയല്ലോ. ഇവിടെ കുതിരയുടെ പ്രായമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? പറഞ്ഞ സമയത്തിന് ആള് വരുന്നുണ്ട്. ഇറങ്ങി ഓടി അലുമ്പാക്കല്ലേ പോലെ. അതെ, ഞാൻ ഇറങ്ങി വരില്ല. വരരുത്. കുറച്ച് സമയം മിണ്ടാതെ കിടക്ക. ഞാൻ ഇതൊന്നും മൂടുകയാണേ. നമ്മളെ വീണല്ലോ.